ഈ 10ാം നമ്പർ സൈറ്റ് 3040 സൈറ്റാണ് കേട്ടോ. അതും സെയിലിനാണ്. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇത് ഒരു 2-3 സൈറ്റ് ഉണ്ട് ഇവിടെ സെയിലിന്. 3040 2 സൈറ്റും 2030 ഒരു 3 സൈറ്റും ഉണ്ട്. അതിൻ്റെ സെയിലിൻ്റെ വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഇതൊരു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഏരിയ ആണിത്. ഇത് ബാംഗ്ലൂർ മിട്ട്ക്കനഹല്ലി എന്ന് പറയും. മിട്ട്ക്കനഹല്ലി നമ്മുടെ റേവ യൂണിവേഴ്സിറ്റി CMR യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ അടുത്തായിട്ട് വരും ഈ സ്ഥലം. ഇതെന്ന് പറഞ്ഞാൽ യലങ്ക ബൗണ്ടറിയിൽപ്പെട്ട സ്ഥലമാണ്. യലങ്കയ്ക്കുള്ളിൽപ്പെട്ട സ്ഥലമാണിത്. അപ്പോൾ ഈ സൈറ്റിലേക്ക് വരുന്ന റോഡ് നോക്ക്. ഇത് മെയിൻ റോഡിൽ നിന്ന് ഇവിടെ ഈ സൈറ്റിലേക്കുള്ള റോഡാണ്. 25 ഫീറ്റ്സിൻ്റെ റോഡാണ് ഇട്ടത്. 25 അടിയുടെ റോഡാണ്. ഒരു 3040 ഒരു സൈറ്റും 3040 2 സൈറ്റും 2030 3 സൈറ്റും ഉണ്ട് ഇവിടെ. അപ്പോൾ ചുറ്റിനും വീടുകളും ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് മേടിക്കാം. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബൂമിങ്ങുള്ള സ്ഥലമാണ്. കണ്ടില്ല, ഇത് 1 റോഡാണ്. പക്ഷേ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇതൊക്കെ കണ്ടില്ലേ, ഇത് മെയിൻ റോഡാണ്. ഈ കണ്ടത് മെയിൻ റോഡാണ് കേട്ടോ. ഇല്ല, ട്രക്കൊക്കെ പോകണ വണ്ടി പോകണത് മെയിൻ റോഡാണ്. ഈ വണ്ടി പോണത് ആ റൈറ്റ് സൈഡിലേക്കുള്ള സ്ഥലമാണ് റേവ യൂണിവേഴ്സിറ്റി. ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക്, ദേവനഹള്ളി എയർപോർട്ടിലേക്ക് പോകുന്ന റോഡുണ്ട് അവിടെ. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ദേവനഹള്ളി എയർപോർട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു 3040 2 സൈറ്റ് വീക്കാത്തയാണ് കേട്ടോ. വീക്കാത്ത സൈറ്റ്സുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു 2 സൈറ്റും പിന്നെ ഒരു 2030 ഒരു 3 സൈറ്റും ഉണ്ട് ഈ ഏരിയയിൽ. അപ്പോൾ ഇത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഏരിയ. കാശുള്ളവർക്ക് മേടിച്ചിട്ട് നല്ലൊരു പ്രോപ്പർട്ടി ആയിരിക്കും. എന്നുവെച്ചാൽ ഇത് യലങ്കയ്ക്കുള്ളിലുള്ള സ്ഥലമാണ്. ഇതിൻ്റെ പേര് മിട്ട്ക്കനഹല്ലി. അപ്പോൾ ഈ സ്ഥലത്തു നിന്ന് ഒരു 2 കിലോമീറ്റർ പോയാൽ റേവ യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ CMR യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ സറൗണ്ടിങ്ങിലുള്ള സ്ഥലമാണിത്. പിന്നെ അതിൻ്റെ അടുത്ത് മസ്ജിദ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ദേവനഹള്ളി എയർപോർട്ടിലേക്ക് പോകണ സ്ട്രെയിറ്റ് റോഡുണ്ട്. നമുക്ക് ട്രാഫിക്കൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇൻറ്റീരിയറായിട്ട് പോകണ റോഡുണ്ട്. അങ്ങനെയൊക്കെയുള്ള എല്ലാത്തിൻ്റെ സെൻറ്ററിലുള്ള സ്ഥലമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. കണ്ടില്ല, അടുത്ത് വീടുകളും ഒക്കെയുള്ള സ്ഥലമാണ്. അല്ലാണ്ട് ഇത് ഇമ്പ്രൂവ്മെൻ്റ് അല്ലാത്ത സ്ഥലമൊന്നുമല്ല. ഈ സൈറ്റിലേക്ക് വരുന്ന റോഡ് 1 റോഡാണ് കേട്ടോ, മെയിൻ റോഡിൽ നിന്ന്. പിന്നെ ഇവിടെ കറണ്ട് എല്ലാം ഉണ്ട്. കറണ്ട്, വെള്ളത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്ലീൻ ചെയ്തിട്ടാണതാണ് ഒരു സൈറ്റ് 3040. ആ സൈറ്റ് 10ാം നമ്പർ സൈറ്റാണത്. അതുപോലെ ഇനിയൊരു 3040 സൈറ്റും ഉണ്ട്. പിന്നെ 3 2030 സൈറ്റും ഉണ്ട്. ഈ 10ാം നമ്പർ സൈറ്റ് 3040 കേട്ടോ. അതാണ് ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ ഇങ്ങോട്ട് പറയുന്നതിനെ പറ്റിയിട്ട് ഈ സൈറ്റിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറയും കേട്ടോ. 3040 വീക്കാത്ത സൈറ്റ്. ഇവിടെ നിയർ ബൈ റേവ യൂണിവേഴ്സിറ്റിയാണ്. 2 കിലോമീറ്റർ അപ്പുറത്ത് റേവ യൂണിവേഴ്സിറ്റി, 500 മീറ്റർ CMR യൂണിവേഴ്സിറ്റി. ഓക്കെ ഓക്കെ, എല്ലാം കൊണ്ടും നല്ല ഒരു പ്രോപ്പർട്ടിയാണ്. 3040 സൈറ്റിൽ 2-3 എണ്ണം ഉണ്ട്. വീക്കാത്ത ആർക്ക് വേണേലും നടക്കാം. ഇവിടെ എല്ലാം ബിൽഡിംഗ് എല്ലാം ആയതാണ്. അതെ അതെ. ഇത് റോഡ് എത്ര സൈസാണ്? 25 ഫീറ്റ് റോഡ്. ഓക്കെ. ഇവിടെല്ലാം വീടുകളെല്ലാം റെഡിയാക്കിക്കൊണ്ട് വരുന്നു. ഓക്കെ ഓക്കെ. നല്ല ലേ ഔട്ടാണ്. ഓക്കെ, നല്ല ലേ ഔട്ടാണ്. ഇത് റോഡ് അടുത്ത് തന്നെ റോഡാണ്. ഇത് റോഡാണ്. ഓക്കെ ഓക്കെ. മെയിൻ റോഡ് അതാണ്. മെയിൻ റോഡിൽ നിന്ന് പിന്നെ റേവ യൂണിവേഴ്സിറ്റിക്ക് 2 കിലോമീറ്റർ, CMR യൂണിവേഴ്സിറ്റിക്ക് 500 മീറ്റേഴ്സ്. ഓക്കെ. നിയർ ബൈ ഒരു ലാൽബാഗ്, മിനി ലാൽബാഗ് വരുന്നുണ്ട്, ഒരു 400 ഏക്കർ. 400 ഏക്കറിൽ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? ഒരു 1/2 കിലോമീറ്റർ. 1/2 കിലോമീറ്ററിൽ അത് ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും അറിയാൻ പറ്റും കേട്ടോ. ഈ സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ 3 നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്ലിയർ ആയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസും ഡോക്യുമെൻസിനെ പറ്റിയും നിങ്ങൾക്ക് അങ്ങനെ സ്ഥലം കാണണമെങ്കിൽ അവർ വന്ന് നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കും. പിന്നെ നിങ്ങൾക്ക് പേപ്പറൊക്കെ നോക്കണമെങ്കിൽ അതൊക്കെ നോക്കി മേടിക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാട്ടെ. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മിസ് ചെയ്യാണ്ട് ഈ സ്ഥലമൊക്കെ ഒന്ന് നോക്കി മേടിക്കാൻ നോക്കുക. സൂപ്പർ ഒരു പ്രോപ്പർട്ടിയാണ്.
അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ. ഇപ്പോൾ ഈ വീഡിയോ നിർത്താനായിട്ട് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ.